വിഷയം സഭ ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചു. ഇരുട്ടിന്റെ മറവിൽ കഴിഞ്ഞ സർക്കാർ PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടുവെന്ന് വിദ്യാഭ്യാസ മന്ത്രി M ഷംസുദ്ദീൻ നിയമസഭയിൽ ആരോപിച്ചു. PM ശ്രീയിൽ ഒപ്പിട്ടത് കുട്ടികളുടെ ഭാവിക്ക് എന്ന തലക്കെട്ടോടെ പ്രസിദ്ധീകരിച്ച പാർട്ടി മുഖപത്രം ദേശാഭിമാനി ഉയർത്തിക്കാട്ടിയായിരുന്നു മന്ത്രിയുടെ പ്രതികരണം. നിങ്ങൾ ഈ എന്താ പറയാ കഴുത്തും കത്തിയും കൂടി അവിടെ കൊടുത്തു. നിങ്ങൾ പറയട്ടെ, കഴുത്തും കത്തിയും കൂടി അവിടെ കൊടുത്തു കേന്ദ്രത്തിന്. സത്യത്തിൽ സംസ്ഥാനത്തിന്റെ താല്പര്യങ്ങൾ ബലികഴിച്ച് പിണറായി സർക്കാർ ഒപ്പുവെച്ച ഒരു കരാറിനെ കുറിച്ച് ഇപ്പോൾ വ്യാജ പ്രചാരണം നടത്തുന്നവർ ഓർക്കേണ്ടത്, ഈ സർക്കാർ ഞങ്ങൾ അധികാരത്തിൽ വന്നിട്ട് 1 മാസമേ ആയിട്ടുള്ളൂ. നിങ്ങൾ ഒരു കരാറും ഞങ്ങളൊരു കരാറും ഇവിടെ ഇപ്പോൾ ഒപ്പിട്ടിട്ടില്ല. നിങ്ങൾ ചെയ്തതുപോലെ നിഗൂഢമായ പ്രവർത്തനങ്ങളൊന്നും നടത്തിയിട്ടില്ല. നിഗൂഢമായ പ്രവർത്തനം ഞാൻ പറഞ്ഞു, എല്ലാവരെയും ഇരുട്ടിൽ നിർത്തി ക്യാബിനറ്റിൽ പോലും ചർച്ച ചെയ്യാതെ വളരെ ഗോപ്യമായി രഹസ്യമായി ഒപ്പുവെച്ച ഒരു കരാറാണിത്. സർ, സഖ്യകക്ഷികളെ അറിയിച്ചില്ല, പരമരഹസ്യമായിട്ട് ചെയ്തു. മുഖ്യമന്ത്രിയുടെ ഒത്താശയോടുകൂടി അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയാണ് ഈ പണികളൊക്കെ ചെയ്തത്. 8/5/26 ഇത് പുതിയ ഇതിനെക്കുറിച്ചുള്ള ലീഡിംഗ് ന്യൂസ് ദേശാഭിമാനിയിൽ 1-ാം പേജിൽ. സർ, PM ശ്രീ ഒപ്പിട്ടത് കുട്ടികളുടെ ഭാവിക്ക്. PM ശ്രീ ഒപ്പിട്ടത് കുട്ടികളുടെ ഭാവിക്ക്. ആരാ പറയുന്നത്? അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി. അതിന്റെ തുടക്കം മാത്രം ഞാൻ വായിക്കാം. ദേശാഭിമാനിയാണ്. വിശദാംശങ്ങൾ പിന്നീട് പറയാം. മനോരമല്ല. യെസ്.